യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തില് നമ്മുടെ ക്ലാസിന്റെ വിവരം പ്രിയ ഷൈജൻ സഹോദരൻ പറയുമ്പോൾ ആണ് ഞാൻ ഇത്രയും ക്ലാസ്സുകളായല്ലോ എന്ന് പലപ്പോഴും ഓർക്കാറുള്ളത്. എന്നാൽ അത്യാവശ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ധ്യാനിക്കാതെ പോകാൻ കഴിയില്ല. മാത്രമല്ല, എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ ക്ലാസ്സുകളെ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വളരെയേറെ പ്രയോജനകരമായി തീരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ എഴുത്തുകളും എൻ്റെ ശുശ്രൂഷയും എല്ലാം ആ ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതെൻ്റെ എഴുത്തുകൾ ശ്രദ്ധിച്ചാലും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ചിരുന്നാൽ അത് അനുഗ്രഹമാകും എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു ഉറപ്പുണ്ട്. അതൊരു പ്രശംസയായിട്ട് ആത്മപ്രശംസയായിട്ട് പറയുകയല്ല, ദൈവനാമത്വത്തിനു വേണ്ടി ഞാൻ അനുസ്മരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 4-ാം അധ്യായത്തില് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം കാണുന്നത് ഒന്ന് ജീവജലം എന്ന വിഷയമാണ്. സബ്ജക്റ്റ് ഓഫ് ലിവിങ് വാട്ടർ ആദ്യം നമ്മൾ കാണുന്ന അതാണ്. ജീവജലത്തെ കുറിച്ചാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദ സബ്ജക്റ്റ് ഓഫ് സിൻ, പാപം എന്ന വിഷയം കർത്താവ് അവതരിപ്പിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം ദ സബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് എന്നുള്ളതാണ്. ആരാധന എന്ന വിഷയമാണ് കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതൊരു ക്രമാനുഗതമായ ഒരു പഠനമായിട്ട് നമ്മൾക്കതിനെ വിശേഷിപ്പിക്കാനും കാണാനും സാധിക്കും. അതിൽ നമ്മൾ ആദ്യം കണ്ടത് ദ സബ്ജക്റ്റ് ഓഫ് ദ ലിവിങ് വാട്ടർ, ജീവജലം എന്ന വിഷയമാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ വിഷയം കർത്താവ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയിലുണ്ടാകുന്ന പരിവർത്തനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനതൊന്ന് വ്യക്തമാക്കാം. കർത്താവ് പറഞ്ഞ കാര്യം, നീ ഇപ്പോൾ കോരാൻ വന്നിരിക്കുന്ന ഈ വെള്ളം നീ കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. ഈ വെള്ളത്തിന്റെ സവിശേഷത അതാണ്. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം, ഇവിടെ 2 തരം വെള്ളം കർത്താവ് അവതരിപ്പിക്കുകയാണ്. മനസ്സിലായല്ലോ? ഒന്ന്, ഈ ലോകത്തിൽ നമ്മൾക്ക് കുളിക്കാൻ കിട്ടുന്ന നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഈ ലോകത്തിന്റെ ഉറവയിൽ നിന്നുള്ള വെള്ളം. രണ്ടാമത്തെ വെള്ളം കർത്താവ് പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം. ഇത് ഒരു വലിയ ആത്മീക സത്യത്തിൻ്റെ വെളിപാടാണ് ഇവിടെ കാണുന്നത്. ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത വെള്ളമാണിത്. ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ വേറൊരാൾക്ക് തരാൻ കഴിയുന്ന കാര്യമല്ല കർത്താവ് തരുന്നത്. നമുക്ക് അതൊരു വലിയ ഒരു വെളിപാടാണ്, അല്ലേ? വേറൊരാൾക്ക് തരുവാൻ കഴിയുന്ന കാര്യമല്ല, അത് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. വേറൊരാൾക്ക് നിത്യജീവൻ തരാൻ പറ്റുമോ? വേറൊരാൾക്ക് ജീവജലം തരാൻ കഴിയുമോ? വേറൊരാൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം തരുവാൻ കഴിയുമോ? വേറൊരാൾക്ക് കർത്താവ് പറയുന്ന എൻ്റെ സമാധാനം, ക്രിസ്തു തരുന്ന സമാധാനം വേറൊരാൾക്ക് തരാൻ പറ്റുമോ? ഞാൻ ഒറ്റ വാചകത്തിൽ പറയട്ടെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്തതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താ? വേറൊരു മതനേതാവിനോ ഒരു മതഗുരുവിനോ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളങ്ങ് മനസ്സിൽ കണ്ടാൽ മതി. അവർക്ക് തരാൻ പറ്റുന്ന കാര്യം, ആ ഒരു കാര്യം യേശുവും തന്നാൽ എന്താ?
എന്തോ എന്തോ മഹത്വമാണ് കർത്താവ്. കർത്താവിന് ആരും തരാൻ കഴിയാത്ത, ആർക്കും തരുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ, ഞാൻ കൊടുക്കുന്ന വെള്ളം അത് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, 10-ാം വാക്യത്തിൽ പറയുന്നു, എന്നോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും. 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം. 15-ാം വാക്യത്തിൽ കർത്താവ് കൊടുക്കുന്ന ആ വെള്ളത്തെ കുറിച്ച്, ഞാൻ നിനക്ക് തരും, ജീവന്റെ വെള്ളം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ, 15-ാം വാക്യം, അവിടേക്ക് പെട്ടെന്ന് നമ്മള് ഇന്ന് വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുക. 15-ാം വാക്യത്തില് യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. നോക്കിയേ, അവൾക്ക് കർത്താവ് കൊടുക്കുന്ന വെള്ളം അവൾക്ക് വേണം, കർത്താവ് തരുന്ന വെള്ളം അവൾക്ക് വേണം. എന്തിനാ അവയ്ക്ക് വെള്ളം? രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കണം, മനുഷ്യന്റെ ആ കുസൃതി നോക്കണം, മനുഷ്യന്റെ ആ കുരുക്ക് ബുദ്ധി നോക്കണം, കുറുക്കുവഴി നോക്കണം. അവള് പറയുന്നത് എന്താ? എനിക്ക് ആ വെള്ളം എനിക്ക് തന്നേരെ. എന്തിനാ? എനിക്കിനി മേലാ ദാഹിക്കരുത്. രണ്ടാമത്, വെള്ളം വേണം, കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ വെള്ളം വേണം. പക്ഷെ ഇവിടെ വരെ വരാതിരിക്കാനും പിന്നെ രണ്ട് കാര്യം ഒഴിവാക്കണം. എന്താ? ഇവിടെ വരെ വന്ന് കൊണ്ടുപോവുക. രണ്ട്, ഈ വെള്ളം ചുമ്മിക്കൊണ്ട് പോകണം, അല്ലെ, ചുമന്നുകൊണ്ട് പോകണം. ജോലി ഒഴിവാക്കാൻ വേണ്ടി അവൾ ഈ വെള്ളം കർത്താവിനോട് ചോദിക്കുക. അവിടെയാണ് ദ സബ്ജക്ട് ഓഫ് സിൻ, പാപത്തിന്റെ വിഷയം കർത്താവ് കൊണ്ടുവരുന്നത്. അവിടെയാണ് കർത്താവിന്റെ മഹത്വം. എവിടെയാണ്? ഏതൊരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം. അതിന് കർത്താവ് ചെയ്യേണ്ട കാര്യം, ഒരു ദൈവദാസൻ ചെയ്യേണ്ട കാര്യം, ദൈവാത്മാവ് ചെയ്യുന്ന കാര്യം പാപബോധം വരുത്തുക എന്നുള്ളതാണ്. കർത്താവ് ചെയ്യുന്ന കാര്യം നോക്കിയേ, നീ ചോദിച്ചതുപോലെ ഈ വെള്ളം ഞാൻ നിനക്ക് തരാം, നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല, നീ ഇവിടെ വരികയും വേണ്ട, ചുമ്മയൊന്നും വേണ്ട, ചുമക്കൊന്നും വേണ്ട, ഞാൻ ആ വെള്ളം നിനക്ക് തരാം. എന്നാൽ ഇവിടെയാണ് ദ സബ്ജക്ട് ഓഫ് സിൻ എന്നുള്ള വിഷയം കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇവിടെയാണ് 16-ാം വാക്യം നോക്കിയാൽ കർത്താവ് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. കർത്താവ് നേരിട്ട് കയറി അവളുടെ ജീവിതത്തിലുള്ള പാപത്തെ കർത്താവ് നേരിട്ട് കയറി അറ്റാക്ക് ചെയ്യില്ല. കർത്താവ് അവളെ കൊണ്ട് പറയിപ്പിക്കുക. മനസ്സിലായോ? കർത്താവ് അവളെ കൊണ്ട് പാപം, അവളുടെ ജീവിതത്തിലെ കുറവുകളെ കർത്താവ് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, നമ്മുടെ പാപം നമ്മൾ ഏറ്റുപറയണം. അത് കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ്. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ കർത്താവ് ഇവിടെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവളെ കൊണ്ട് തന്നെ അവളുടെ പാപം വെളിപ്പെടുത്താനുള്ള ശ്രമമാണ് കർത്താവ് നടത്തുന്നത്. എന്താ? നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന കാര്യം, രണ്ട് കാര്യങ്ങൾ ഒന്ന് ചേർത്തു. ഒന്ന്, അവള് കർത്താവിനോട് ഒരാവശ്യം ഉന്നയിക്കുക. എന്താ കർത്താവിനോട് ആവശ്യപ്പെടുന്നത്? എന്താ? എനിക്ക് ആ വെള്ളം തരണം, എനിക്ക് ആ ജീവനുള്ള വെള്ളം തരണം, ദാഹിക്കാതിരിക്കാൻ എനിക്ക് ആ വെള്ളം തരണം. അവള് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ആ വെള്ളം തരണം. അപ്പൊ കർത്താവ് ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുക. നോക്കണം, സ്ത്രീയുടെ ആവശ്യവും കർത്താവിന്റെ ആവശ്യം. സ്ത്രീ ആവശ്യപ്പെട്ട എന്താ? എനിക്ക് ആ വെള്ളം വേണം. കർത്താവ് ആവശ്യപ്പെട്ട എന്താ? വെള്ളമൊക്കെ തരാം. കർത്താവിന്റെ ആവശ്യം കേട്ടോ, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട്. നോക്കണം, ഇതാണ് കർത്താവ് ആവശ്യപ്പെട്ടത്.
അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, നമ്മൾ വായിച്ചതാണെങ്കിൽ ഞാൻ അങ്ങ് വിഷയത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു പോകാം. അവള് പറഞ്ഞ മറുപടി നോക്കണം. എന്താ അവള് പറഞ്ഞത്? എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല. നമ്മൾ ഈ ഭാഗമൊക്കെ ഞാൻ ധാരാളം പ്രസംഗം കേട്ടിട്ടുണ്ട്, ഈ ഭാഗത്തെ അധികരിച്ച്. അപ്പോൾ അവിടെയെല്ലാം ഈ സ്ത്രീയെ പരിഹസിച്ചും ഈ സ്ത്രീയെ കളിയാക്കിയുമാണ് പല പ്രഭാഷകരും ഈ സ്ത്രീ അവതരിപ്പിക്കാറുള്ളത്. അങ്ങനെ ചെയ്യരുത്. അവള് പറഞ്ഞ കാര്യം എന്താ? എനിക്ക് ഭർത്താവില്ല. അവള് ഉറപ്പിച്ചു പറയുകയാണ്, എനിക്ക് ഭർത്താവ് ഇല്ല. 17-ാം വാക്യം നോക്കുക. ഐ ഹാവ് നോ ഹസ്ബൻഡ്. എനിക്ക് ഭർത്താവ് ഇല്ല. അവൾ ഉറപ്പിച്ചു പറഞ്ഞു. കർത്താവ് അവളോട് പറഞ്ഞ മറുപടി നോക്കിയേ. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. ശരി തന്നെ. അവള് പറഞ്ഞത് സത്യമാണ്. സത്യത്തെ സത്യമായിട്ട് അംഗീകരിക്കണം. അവള് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് എന്താണ്? നിയമപരമായി, ലീഗലായി അവൾക്ക് ഒരു ഭർത്താവില്ല. മനസ്സിലായോ? വ്യവസ്ഥാപിതമായ നിലയിൽ അവൾ ഒരു വിവാഹം കഴിച്ചിട്ടില്ല. അതാ പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. വ്യവസ്ഥാപിതമായി നീ ഒരു ഭർത്താവിനെ സ്വീകരിച്ചിട്ടില്ല, ഒരു പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചിട്ടില്ല. ഇവിടെയൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള വലിയ പഠനം അനിവാര്യമാണ്. ഞാനിപ്പോൾ അതങ്ങ് ഒഴിവാക്കുക കേട്ടോ. നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ, ഈ വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതനുസരിച്ച് അവർ പ്രായോഗികമാക്കുകയും ചെയ്യും. ഒരു പ്രായമാകുമ്പോൾ ഞാൻ തുറന്നു പറയുമ്പോൾ ആരും പ്രയാസപ്പെടുകയില്ല. ഇത്രയൊക്കെ ഇത് എക്സ്പോസ് ചെയ്ത് പറയണോ, തുറന്നു പറയണോ എന്ന് ചിന്തിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തുറന്നു പറഞ്ഞ കാര്യം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തുറന്നു പറഞ്ഞേ മതിയോ. ഏതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ വളർച്ചയിൽ ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ അവരുടെ വികാരം, മാനസിക വളർച്ചയോടൊപ്പം അവരുടെ വികാരവും വളർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് വികാരം എന്ന് പറയുന്നത്. മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞല്ല ദൈവം വിവാഹം സ്ഥാപിച്ചത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലർ വിചാരിച്ചിരിക്കുന്നത് മനുഷ്യനിലുള്ള ഈ വൈകാരിക അവസ്ഥ എന്ന് പറയുന്നത്, ഷൈജൻ ബ്രദറൊക്കെ ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നതാണ്, ഈ ഡി അഡിക്ഷൻ സെന്ററിലും മറ്റും ഒക്കെ ക്ലാസ് എടുക്കുന്നവർ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയട്ടെ, നമ്മുടെ മുമ്പിൽ വരുന്ന യുവതിയുവാക്കന്മാര്, ടീനേജേഴ്സ്, ഇവർക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് വ്യക്തമായിട്ട് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയണം, മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ശാപമല്ല, അനുഗ്രഹമാണ്. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞിട്ട് ശാപം ചൊരിഞ്ഞു. ആ ശാപത്തിന്റെ കൂട്ടത്തിലെ ഒന്നല്ല മനുഷ്യനിലുള്ള മനുഷ്യനെ ദൈവം നിർമ്മിച്ചപ്പോൾ തന്നെ അവനിൽ ദൈവം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ആ വാക്ക ഉപയോഗിക്കുന്നത്, അനുഗ്രഹമാണ്. ആ ഈ വൈകാരിക തലം എന്ന് പറയും, അത് മിസ്യൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ആധുനിക മനുഷ്യന്റെ പരാജയം ഇവിടെയാ. അതവൻ എന്ത് ചെയ്യാണ്? അതവൻ മിസ്യൂസ് ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് ന്യായമായ വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം വിവാഹം, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, വിവാഹം എന്ന സ്ഥാപനം ദൈവം മനുഷ്യന് നൽകിയത് ഈ വൈകാരിക തലം ന്യായമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാ പറഞ്ഞത് മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞല്ല, അവന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ദൈവം പറയുന്നത് എന്താ? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയാനാ, പെരുകാനാണ്, ഈ ഭൂമിയെ വാഴാനാണ് പറയുന്നത്.
അപ്പോൾ ഇത് ഒരു തെറ്റായ കാര്യമേ അല്ല. മനുഷ്യനിലുള്ള വൈകാരിക അവസ്ഥ ഞാൻ ഈ പറയുന്നത് അടിവരയിട്ട് എഴുതിക്കോ. എന്താ? ഇത് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. ഈ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവള് പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അവള് പറഞ്ഞ സത്യത്തെ അംഗീകരിച്ചു. നീ പറഞ്ഞത് ശരിയാ. എന്താ? നിയമപരമായി വ്യവസ്ഥാപിതമായ നിലയിൽ നിനക്കൊരു ഭർത്താവ് ഇല്ല. എന്നാൽ വ്യവസ്ഥാപിതമല്ല, ഇതാണ് മിസ്യൂസ് ചെയ്തെന്ന് പറയുന്നത്. ഈ സ്ത്രീ ദൈവം വെച്ച ഒരു വ്യവസ്ഥയെ അവൾ എന്ത് ചെയ്തു? അവള് ദുരുപയോഗം ചെയ്തു. ദൈവത്തിന്റെ മാർഗത്തിലൂടെ അല്ലാതെ അവൾ അതിനെ ദുരുപയോഗം ചെയ്തതാണ് ഇവിടെ കാണുന്നത്. എന്താ? കർത്താവ് അവളോട് പറയുകയാണ്, 18-ാം വാക്യം, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. കണ്ടോ? അത് അടിവരയിട്ട് കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെ. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നീ പറഞ്ഞത് സത്യമാണ്. നമ്മൾ ഈ സ്ത്രീയെ പരിഹസിക്കരുത്. അവള് 5 ഭർത്താക്കന്മാരെ വെച്ചോണ്ടാ ഭർത്താവില്ലെന്ന് പറഞ്ഞ കള്ളവണം അല്ല. നിയമപരമായിട്ട് ലീഗലി ഷീ ഹാഡ് നോ ഹസ്ബൻഡ്, അവൾക്ക് ഭർത്താവ് ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ദൈവം വച്ച വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യം ചിന്തിച്ചപ്പോൾ വിവാഹാവസ്ഥയെക്കുറിച്ച് തന്നെ ഒരു നല്ല പഠനം നടത്തി നമ്മൾക്കത് പ്രത്യേകമായിട്ട് എപ്പോഴേലും ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് കുടുംബജീവിതത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്തൃ ബന്ധത്തെ അത് ബാധിക്കും. മക്കൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കർത്താവ് അതിനുള്ള അവസരങ്ങൾ നമ്മൾക്ക് തരട്ടെ. ഇപ്പോ ഇവിടെ നമ്മൾ ആ കർത്താവ് പറഞ്ഞ ആ വചനത്തിലേക്ക് നമ്മൾക്ക് വരാം. എന്താ ആ വചനം ഒന്ന് സൂക്ഷിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഇവൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്? 5 ഭർത്താക്കന്മാർ 5 ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അപ്പൊ എത്ര ഉണ്ട്? 6. ആരുമില്ല. അല്ല, ഇപ്പൊ 6 ഉണ്ട് ഇല്ലേ? നിയമപരമായ അല്ലാതെ എത്ര ഉണ്ട്? ശ്രദ്ധിച്ചു വായിക്കണോ ആ വാക്യം. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. നേരത്തെ പാസ്റ്റ് ടെൻസ് ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നേ? ഇപ്പോൾ അവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ഇപ്പോ അവക്ക് ഒരു ഭർത്താവ് ഉണ്ട്. അപ്പൊ എത്രയായി? 5 + 1. ഇത് മൂലഭാഷയോട് ബന്ധപ്പെടുത്തി നമ്മള് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ആർ കൃഷ്ണൻകുട്ടി പറഞ്ഞ ഒരു വാചകം ഇതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇവിടെ മലയാളം ബൈബിളിൽ ഇല്ലാതെ, അവനും നിന്നെ വിട്ടേച്ചു പോകുമെന്ന്. അവനും നിന്നെ വിട്ടേച്ചു പോകും. അപ്പം 5ഉം 1ഉം 6ഉം പിന്നെ അവനും വിട്ടേച്ചു പോകും. വിട്ടേച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇനി ഒരാളിന്റെ കൂടെ ചാൻസ് ഉണ്ട് ഇല്ലേ? ഇനി ഒന്നിനെ കൂടെ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സ്ത്രീയുടെ ജീവിതത്തിലെ ധാർമ്മിക അധപ്പതനം, മൂല്യച്യുതി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ദ സബ്ജക്റ്റ് ഓഫ് സിൻ. കർത്താവ് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പറയുന്നത്. അവളോട് കർത്താവ് സംസാരിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ പാപത്തെ, അവളുടെ ജീവിതത്തിലെ പാപത്തെ കർത്താവ് ലാഘവമായിട്ട് കണ്ടല്ല സംസാരിക്കുന്നത്. കർത്താവ് അതിന്റെ ഗൗരവം വ്യക്തമാക്കുകയാണ്.
ധാർമ്മിക ജീവിതത്തിന്റെ എല്ലാ സീമകളും അവൾ ഭേദിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, സ്തോത്രം, എത്ര അധപ്പതിച്ച ഹീനപാപിയാണെങ്കിലും കർത്താവായ യേശുവിന് അവളെ വേണം. മനസ്സിലായോ? ഇത്രയ്ക്ക് ഹീനമായ മ്ലേച്ഛമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളിനോട് നമ്മളാണെങ്കിൽ സംസാരിക്കുക പോലുമില്ല. കാര്യം, ഇങ്ങനെ ഒരാളിനോട് സംസാരിക്കുന്നത് സമൂഹം കണ്ടാൽ നമ്മളെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട്, ഇല്ലേ? എന്നാൽ കർത്താവ് യൗവനയുക്തനായ, ലോകം കണ്ട ഏറ്റവും വലിയ കോമള രൂപിയായ കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയോട് അവളുടെ പാപബോധം വരുത്തിയിട്ട് അവളെ ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചിട്ട്, നിന്നെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചിട്ട് അവളെ തള്ളിക്കളയാനല്ല, അവളെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ സ്നേഹമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് സുവിശേഷത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ മഹത്വം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അവൾ പാപബോധം അവളിൽ ഉണ്ടായി. നമ്മൾക്ക് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഈ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് രണ്ട് വഴി സ്വീകരിക്കാം. ശമര്യക്കാരിക്ക് രണ്ട് വഴി സ്വീകരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, യേശുക്രിസ്തുവിനെ നിഗ്ലക്ട് ചെയ്യാം, യേശുവിനെ തള്ളിക്കളയാം. നീ നിന്റെ വഴി നോക്ക്, എന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് യേശുവിനെ ഒഴിവാക്കി പോകാം, അല്ലേ? ഒഴിവാക്കി പോകാം. പക്ഷെ അവൾ എന്താ ചെയ്തതെന്നറിയാമോ? സ്തോത്രം. അവൾ എന്താ ചെയ്തത്? അവൾ യേശുവിനെ ഒഴിവാക്കി പോകുകയല്ല, ദൈവ സാന്നിധ്യം അവൾ അറിഞ്ഞു. അവൾ പറയുകയാണ്, നോക്കണം, 19-ാം വാക്യത്തിൽ എന്താ അവള് പറഞ്ഞത്? അവനോട്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഒരു പ്രവാചകന്റെ സാന്നിധ്യം അവൾ അനുഭവിച്ച് അറിയുകയാണ്. ഒരു പ്രവാചകൻ അവിടെ സമീപത്തെത്തിയിരിക്കുന്നു എന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകാൻ പോകുന്നു. ഈ മനുഷ്യൻ എന്നെ സഹായിക്കാൻ കഴിയും. എന്താ ഈ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എവിടെയൊക്കെ പ്രവചന ശുശ്രൂഷ നടന്നിട്ടുണ്ടോ, അഥവാ ഒരു പ്രവാചകന്റെ ശുശ്രൂഷ നടന്നിട്ടുണ്ടോ, അവിടെ എല്ലാം രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവരുടെ ജീവിതത്തിലെ നന്മയ്ക്ക്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ന്യായവിധിക്ക്. ഇത് രണ്ടിലേതെങ്കിലും ഒരു പ്രവാചകന്റെ ശുശ്രൂഷയിൽ സംഭവിച്ചിരിക്കും. ഞാൻ വളരെ വേഗത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ദൈവവചനത്തിലെ ഈ പ്രവചന ശുശ്രൂഷ, പ്രവാചകന്റെ ജോലി എന്താണെന്ന് ക്രൈസ്തവ ലോകത്തിന്, മറ്റുള്ളവരെ അങ്ങ് വിട്, ക്രൈസ്തവ ലോകത്തിലെ ഒരു 98% ആളുകൾക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും വേറൊരു വിധത്തിൽ ഞാൻ ഈ പറയുന്നതിനെ കാണരുത്. ഒരു 98% അറിയത്തില്ല ഈ പ്രവാചകൻ എന്താരാണ്, പ്രവാചകന്റെ ശുശ്രൂഷ എന്താണ്. ഒരു വാക്യം ഒന്ന് നോക്കാം നമുക്ക്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നോക്കിയേ. സംഖ്യാപുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാം. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകയും
യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഈ പിന്നെ മോശയുടെ പ്രവാചകത്വത്തെ സംബന്ധിച്ചുള്ള ഒരു പിന്നെ പ്രശ്നമുണ്ടായപ്പോൾ മോശ പറയുന്ന വചനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേട്ടോ, 11 കേട്ടോ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവിടെ പറയുന്നത്, യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവജനം മുഴുവനും എല്ലാവരും ദൈവത്തിന്റെ പ്രവാചകന്മാരായി തീർന്നെങ്കിൽ, പ്രവാചകരായി തീർന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ പ്രവചനം നടത്തിയിരുന്നെങ്കിൽ എന്നാണ് മോശ ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം സകല ജനങ്ങളിലും, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളിലും ദൈവം ദൈവാത്മാവിനെ നൽകിയിരിക്കുകയാണ്. അവരിലെല്ലാം തന്നെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ എല്ലാവരിലും തന്നെ, ഞാൻ പറയുന്നത് ഇത് വളരെ ആഴത്തിൽ മനസ്സിലാക്കണം, എല്ലാവരിലും തന്നെ ഒരു പ്രവാചക ആത്മാവുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനത്തിന്റെ ആത്മാവ് കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനാകട്ടെ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന വേറെ ഏത് പ്രിയപ്പെട്ടവരാകട്ടെ, ശ്രദ്ധിക്കണേ, നമ്മൾക്കെല്ലാവർക്കും മറ്റുള്ളവരോട് സംസാരിക്കാം. ആ സംസാരിക്കുന്ന സമയത്ത് അവരിൽ പാപബോധം ഉളവാകുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രവചന ശുശ്രൂഷയാണ്. മനസ്സിലായോ? ഒരു പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഓർമ്മിച്ച് അവൻ പ്രവാചകന്, ഇവള് പ്രവാചകിയാണ് എന്ന് പറയാൻ പാടില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാളുടെ പ്രസംഗം ഞാൻ ഒരിക്കൽ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞെന്നാ ഞാൻ ഓർക്കുന്നത്. ചില പറഞ്ഞെന്താണെന്നറിയാം, ഞങ്ങള് ആ ദൈവാത്മാവിൽ പ്രവചിക്കുകയൊക്കെ ചെയ്യും, എല്ലാം ഒന്നും ശരിയാകണമെന്ന് നിർബന്ധമില്ല. ആളിന്റെ പേരൊക്കെ വേണ്ടി വന്ന റജിമോൻ പാസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു തരും ആരാ ഇത് പറഞ്ഞെന്നൊക്കെ. അദ്ദേഹത്തിനൊക്കെ ഇത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത്, ദൈവാത്മാവാണെങ്കിൽ ദൈവാത്മാവ് ചെയ്യുന്നു. എന്താ ഈ പാസ്റ്റർ ഉദ്ദേശിച്ചതെന്നറിയാമോ? ഈ പറഞ്ഞ ആള് ഉദ്ദേശിച്ചതെന്നറിയാം? ഭാവിയെക്കുറിച്ച് പറയുന്ന കാര്യം. ഭാവിയെക്കുറിച്ച് പറയുന്നതല്ല ബൈബിളിലെ പ്രവചന ശുശ്രൂഷ. അതൊരു വശത്തുണ്ട്. ബൈബിളിലെ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാന് ഇതൊക്കെ ഈ കൃപാവരങ്ങളെ കുറിച്ച് ഞാന് വളരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഷൈജംബ്രദറിനൊക്കെ അത് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് ജൂൺ മാസത്തില് 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എൻ്റെ അടുത്ത് ഉള്ളൊരു സഭയാണ്, ബ്രദർ സഭയാണ്. മണ്ണാർത്തറ സഭയിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന ഉപദേശങ്ങളും പിന്നെ കൃപാവരങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നു. അപ്പോ ഈ കൃപാവരങ്ങളിൽ ഒന്നായിട്ട് ഈ പ്രവചനത്തെ നമ്മൾ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഒരു ദൈവദാസന്റെ, ഒരു ദൈവദാസിയുടെ, ഒരു ദൈവ വൈതലിന്റെ ജോലി എന്താണെന്നറിയാമോ? കർത്താവ് നൽകുന്ന വചനം പറയുമ്പോൾ ആ ആളിൽ പാപബോധമുണ്ടാകുന്നെങ്കിൽ ഒരു പ്രവചന ശുശ്രൂഷ അവിടെ നടന്നു എന്നാ അതിന്റെ അർത്ഥം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തില് നിങ്ങൾ ആ റെഫറൻസ് ഒക്കെ കണ്ടുപിടിച്ചോളൂ. അവിടെ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ എല്ലാവരും അന്യഭാഷ പറയാതെ എല്ലാവരും പ്രവചിച്ചാൽ, അദ്ദേഹം പറയുകയാണ്, സഭയിലുള്ള എല്ലാവരും പ്രവചിക്കുകയാണെങ്കിൽ ആത്മവരമില്ലാത്തവനോ രക്ഷിക്കപ്പെടാത്തവനോ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ അവന് പാപബോധമുണ്ടാകും.
അവൻ കമഴ്ന്നു വീണ് അവൻ ദൈവസന്നിധിയിൽ അനുദപിക്കുമെന്ന് പറയുന്നുണ്ട്. 14-ാം അധ്യായം. എന്താ പ്രവചന ശുശ്രൂഷയുടെ ജോലി എന്താണെന്നറിയാം? പ്രവചനം കൊണ്ട് സാധിക്കുന്നത് എന്താ? കമഴ്ന്നടിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വീണിട്ട് എനിക്ക് ദൈവത്തെ ആവശ്യമാണ്, എനിക്ക് കർത്താവിനെ ആവശ്യമാണ്, എനിക്ക് രക്ഷിക്കപ്പെടണം എന്നൊരാള് ആവശ്യപ്പെടുന്ന തലത്തിൽ ആ ആളിനെ എത്തിക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവള് കർത്താവിനോട് പറയുകയാണ്, യജമാനനെ, അവിടുന്ന് ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ആ നീ എന്നുള്ള വാക്കൊക്കെ മാറ്റി ബഹുമാന സൂചകമായിട്ട് ഞാൻ പറയുക. അവള് ബഹുമാനത്തോടെ പറയുക, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങൊരു പ്രവാചകനാണ്. യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. ആ കാലഘട്ടത്തിലെ തലമുറ അത് സമ്മതിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്, ചില ഇൻസിഡൻസ്, ചില സംഭവങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഞാനത് ചിലതൊന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെ എമ്മൗസിലേക്ക് പോകുന്ന 2 പേർ കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് തർക്കിച്ചും വാദിച്ചും, നമ്മൾ പ്രതീക്ഷിച്ചു നമ്മളെ രക്ഷിക്കുന്നവനാണ്, ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവനാണ് ഈ യേശു എന്ന് നമ്മൾ വിചാരിച്ചു എന്ന് അവര് പരസ്പരം തർക്കിച്ചു പോവുകയാണ്. എവിടുന്ന്? എമ്മൗസിൽ നിന്ന് അവർ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് നടന്നു പോയ ദീർഘദൂരമുണ്ട്, മണിക്കൂറുകളുടെ യാത്രയുണ്ട്, നടന്നാണ് ഇവർ പോകുന്നത്. ഇവിടെ ഇവർ ഈ വഴി പോകുന്ന സമയത്ത് കർത്താവ് അവരോട് ചേർന്ന് സംസാരിക്കുന്ന രംഗമാണ്. 13-ാം വാക്യം മുതലാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് അവരോട് ചേർന്ന് നടന്നു. ഇതിലെ ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. ക്ലെയോപ്പാവും ഭാര്യയുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതത്ര തെറ്റാണെന്ന് പറയാൻ സാധ്യതയില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ ക്ലെയോപ്പാവ് എന്നുള്ള ആളാണ് ഒരാൾ. എന്താ വേറെ ഒരു ശിഷ്യനാണോ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണോ എന്നറിഞ്ഞുകൂടാ. ആ യാത്രയിൽ ഇവര് തർക്കിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവ് അടുത്ത് ചെന്നിട്ട് 17-ാം വാക്യം നോക്കിയാട്ടെ. അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്താ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് തമ്മിൽ വാദിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്ന മറുപടി നോക്കി. അതിൽ ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ എന്താ പറയുന്നത്? മുഖത്തോട് കൂടെ നിന്നു. യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന ഉത്തരം പറഞ്ഞു. 19-ാം വാക്യമാണ് നമ്മുടെ ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അവര് സമ്മതിക്കുന്ന ഒരു കാര്യം കണ്ടോ? എന്താ സമ്മതിച്ചത്? യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുന്നത് ദൈവത്തിനും സ്തോത്രം സകല ജനത്തിനും മുമ്പാകെ. ഇതിൽ ഓരോ പ്രസക്തവും പ്രധാനമാണ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ അങ്ങ് പറഞ്ഞുവിടാം. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസറേനായ യേശു. കണ്ടോ? യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി ആ സമൂഹം അംഗീകരിക്കുകയാണ്. അതോ ഏറ്റവും ഉന്നതനായ ഒരു പ്രവാചകനായി. ഇനി നോക്കുക, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. നോക്കണം, ഒന്ന്
ദൈവത്തിനും മനുഷ്യർക്കും മുമ്പാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളതാണ്. അത് കർത്താവിന്റെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് കർത്താവ് പ്രവാചകനാണെന്ന് സമ്മതിക്കുക. ഇവിടെയോ വാക്കും അടയാളം കണ്ടിട്ട്, അതിൽ അടയാളം കണ്ടിട്ട്, പ്രവൃത്തി കണ്ടിട്ടാണ്. അപ്പോൾ ഒരു പ്രവാചകനിലൂടെ ദൈവം അത്ഭുതം ചെയ്യാം. ദൈവം അത്ഭുതം ചെയ്യാം. അത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ സർവ്വസാധാരണമാണ്. അത് കണ്ടിട്ടുള്ള ജനം പറയുകയാണ്, കർത്താവ് അപ്പമെടുത്ത് ജനത്തിന് കൊടുത്ത് ആയിരങ്ങളെ പോഷിപ്പിച്ച് തൃപ്തരാക്കി കഴിഞ്ഞപ്പോൾ അവര് പറയുകയാണ്, അത്ഭുതം കണ്ടപ്പോൾ പറയുകയാണ്, യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ്. ഇനിയും 7-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നോക്കിയാൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. പുരുഷാരത്തിൽ പലരും ഇവൻ സാക്ഷാൽ പ്രവാചകൻ ആകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടിട്ട് പറയാണ്, ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകും. നമ്മുടെ കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് അവര് പറയുകയാണ്, യേശു ക്രിസ്തു ആ പ്രവാചകനാണ്. ഏത് പ്രവാചകനാണെന്നൊക്കെ സംശയം ഉണ്ടാകാൻ ഞാൻ ഒറ്റ വാക്കിൽ പറയാം. മോശ പറഞ്ഞില്ലേ, നിങ്ങളുടെ നടുവിൽ നിന്ന് എന്നെപ്പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന്. ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ എന്ന് നമ്മൾക്ക് ന്യായമായിട്ട് അനുമാനിക്കാം. ആ പ്രവാചകനാണ് യേശു എന്ന്. ഇനി നോക്കുക, 9-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ വാക്കിൽ സൗഖ്യം ലഭിച്ച ഒരു പിറവി കുരുടനായി പിറന്നവനാണ്. നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ആ പിറവി കുരുടൻ പറയുകയാണ്, യേശു ക്രിസ്തു ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു എന്ന്. 4-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് മടങ്ങി വരിക. ഈ സ്ത്രീയുടെ ജീവിതത്തിലെ ഗോപ്യമായ, ആരും അറിയത്തില്ല എന്നവള് കരുതുന്ന, അറിഞ്ഞിട്ടില്ലയോ അറിഞ്ഞോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ജീവിതത്തിൽ ആദ്യമായി ഈ സ്ത്രീയെ കാണുകയാണ് യേശു. കർത്താവായ യേശു ക്രിസ്തു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം പാപം, അതാണ് നമ്മുടെ വിഷയം. രഹസ്യം എന്നുള്ള അങ്ങ് വിടുക. അവിടെ പാപത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൾ പറയുകയാണ്, യജമാനനെ, അങ്ങ് ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണും. ഇവിടെ ഈ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പാപബോധമുണ്ടായിട്ട് അവൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, ശ്രദ്ധിക്കണേ, ആ സാന്നിധ്യം അവളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ അടുക്കൽ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെയാണ് തുടർന്ന് അവള് സംസാരിക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 19 മുതൽ, നീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ നമുക്ക് വായിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വിഷയം മാറുകയാണ്. എന്താ? ദ സബ്ജക്ട് ഓഫ് വർഷിപ്പ്, ആരാധന എന്ന വിഷയത്തിലേക്ക് കാര്യം നീങ്ങുകയാണ്. ഒന്ന്, ആദ്യം പറഞ്ഞ വിഷയം ദ ലിവിങ് വാട്ടർ, ജീവജലം. 2, ദ സബ്ജക്ട് ഓഫ് സിൻ, പാപം എന്ന വിഷയം. 3,
അവള് തന്നെയാണ് ആ വിഷയം എടുത്തിരുന്നത്, ദ സബ്ജക്ട് ഓഫ് വർഷിപ്പ്. അവള് ഈ കർത്താവ് അവളുടെ പാപത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. ഇവിടെ 3 പദപ്രയോഗങ്ങൾ ഈ സ്ത്രീ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പിതാവായ യാക്കോബ്, നമ്മുടെ പിതാവ് എന്നാ പറയുന്നത്. രണ്ടാമത് ഇവിടെ പറയുന്നത് നോക്കുക, ഞങ്ങൾ എന്നുള്ള പദമാ പിന്നെ പറയാം. ഞങ്ങൾ, നമ്മൾ മാറി ഇപ്പൊ ആരായി? ഞങ്ങൾ വ്യത്യാസപ്പെട്ടു. ഇപ്പൊ 2 വിഭാഗമായി. എവിടെ വന്നപ്പോ? ആരാധനയോട് വന്നപ്പോ. പിതാക്കന്മാരുടെ കാര്യത്തിൽ വന്നപ്പോ നമ്മളായിരുന്നു. ആരാധനയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഞങ്ങളും നിങ്ങളുമായി. മനസ്സിലായോ? മൂന്നാമത് ഇവള് പറയുന്നത്, ഞങ്ങൾ എന്ന് പറഞ്ഞ ഇവൾ തുടർന്ന് പറയുന്ന വാക്ക് നോക്കിയേ, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയും. നമ്മൾ മാറി, പിന്നെ ഞങ്ങളായി, പിന്നീട് നിങ്ങളായി. ഈ സംഭാഷണത്തില് ഈ പരസ്പരമുള്ള ഈ സംഭാഷണത്തിൽ ഈ സ്ത്രീ ഉപയോഗിക്കുന്ന ഈ പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അവൾ ഒഴിവാക്കി വിടാനല്ല ആഗ്രഹിക്കുന്നത്. അവൾ അവരുടെ വ്യക്തമായ അവളുടെ സമൂഹത്തിന്റെ സ്ഥിതി അവൾ വ്യക്തമാക്കുക. ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. ഇത് ഈ മലയെന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ മല എന്ന് ഇവള് പറയുന്നത് ഏതാണ്? ഗെരിശീം മലയാണ്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളാണ്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. ഈ ഗെരിശീം മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മലയാണ് ഗെരിശീം മല എന്ന് പറയുന്നത്. ആ മലയിൽ നിന്നാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. എന്നാൽ ശാപം മുഴുവൻ ദൈവം ചൊരിഞ്ഞത് എവിടെ നിന്നാ? ഏബാൽ മലയുടെ മുകളിൽ പർവ്വതത്തിൽ. ഏബാൽ പർവ്വതത്തിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ നേരത്തെ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞ. അപ്പോൾ ഇവര് ഈ ഏബാൽ പർവ്വതം എന്ന് പറയുന്നത് അവര് ശമര്യര് ധരിച്ചു വച്ചിരിക്കുന്നത് ശാപം പറയുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ശപിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമാണ്. അവിടെയാണ് യഹൂദന്മാരുടെ ആരാധന നിലനിൽക്കുന്നത്. ഞങ്ങൾ ആരാണ്? അനുഗ്രഹിക്കാൻ വേണ്ടി. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ പോയ മോരിയ മല. അബ്രഹാമിനെ അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിന്റെ പുരോഹിതനും ശാലേം രാജാവുമായിരുന്ന മഹാപുരോഹിതൻ വന്നത്. ഇതൊക്കെ ആ സ്ഥലത്താണ് എന്ന് അവർ പൊതുവെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആരാധിക്കേണ്ടത് ഗെരിശീം മലയിലാണ്, അവരുടെ ആരാധനയാണ് ശരി എന്നാണ് ഈ സ്ത്രീ കർത്താവായ യേശുവിനോട് പറയുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാധിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേം ആകുന്നു എന്ന് നിങ്ങൾ
പറയും. ഇനി നമുക്ക് ഞാൻ വളരെ വേഗം ഈ ആരാധനയിലേക്ക് കയറാം. ഈ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം, ആരാധനയെ സംബന്ധിച്ചുള്ള കാര്യം. അവളാണ് ഈ വിഷയം എടുത്തിരുന്നത്, ആരാധനയെ സംബന്ധിച്ചുള്ള വിഷയം. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരാം. പാപബോധമുണ്ടായി ജീവജലം പാനം ചെയ്ത് നിത്യജീവൻ പ്രാപിച്ച വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ഒരു ദൈവപൈതൽ അടുത്ത് ഗ്രഹിക്കേണ്ടതും അടുത്തവരുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കേണ്ടതുമായ വസ്തുതയാണ് ആരാധന. കേട്ടോ, ഞാന് ഈ വിഷയം നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് ആ ക്രമത്തിൽ ഞാൻ പറയാം. ഒന്ന്, പാപബോധമുണ്ടാകുക. രണ്ട്, വീണ്ടും ജനനത്തിന്റെ ജീവജലം കുടിക്കുക. വീണ്ടും ജനനമാണോ ഈ ജീവജലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിച്ചാൽ അവിടം കൊണ്ട് ജീവിതം, ക്രിസ്തീയ ജീവിതം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കേട്ടോ, വളരെ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു അഥവാ വീണ്ടും ജനിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണേ, അവിടം കൊണ്ട് തൃപ്തി അടയരുത്. അടുത്ത വിഷയം ആരാധനയാണ്. ഞാനിപ്പോ ഈ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. ബൈബിളിന്റെ ഇതര ഭാഗങ്ങളിലേക്കൊക്കെ പോയി ഇത് സമർത്ഥിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഈ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിൽ ആരാധനയെ സംബന്ധിക്കുന്ന 5 ഉപദേശങ്ങൾ കർത്താവും ഈ സ്ത്രീയും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, 5 വിഷയങ്ങൾ, ആരാധനയെ ബന്ധിക്കുന്ന 5 വിഷയങ്ങൾ കർത്താവും ഈ സ്ത്രീയും തമ്മിൽ ഉള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കപ്പെടുന്നു. അത് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാം, ക്രമമായിട്ട് പറയാം. 3 വിധത്തിലാണ് ഈ ആരാധനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കർത്താവും ഈ സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നത്. ഒന്ന്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ശമര്യരുടെ പഴയ ആരാധന, ശമര്യരുടെ പഴയ മിഥ്യ ആരാധന, ഫോൾസ് വർഷിപ്പ്, തെറ്റായ ആരാധന. ആരുടെ? ശമര്യരുടെ തെറ്റായ ആരാധന. ആദ്യം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് ഈ സ്ത്രീയുടെ സംഭാഷണത്തിൽ നിന്നും പിന്നെ കർത്താവിന്റെ സംഭാഷണത്തിൽ നിന്നും. ഒന്ന്, പഴയ വ്യാജ ആരാധന, ഓൾഡ് ഫോൾസ് വർഷിപ്പ്. 2, പഴയ സത്യ ആരാധന, ഓൾഡ് ട്രൂ വർഷിപ്പ്. പഴയ സത്യ ആരാധന. 3, യഥാർത്ഥ ആരാധന, ട്രൂ വർഷിപ്പേഴ്സ്, സത്യ നമസ്കാരികളെന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, സത്യ ആരാധനക്കാർ. ഈ 3 വിധത്തിൽ തിരിച്ച് 5 ഉപദേശങ്ങൾ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കേട്ടോ, യേശു കർത്താവ്
ഈ സംഭാഷണം യേശു കർത്താവ് മാത്രമല്ല, ഈ സ്ത്രീയും ഇവർ രണ്ടുപേരുമുള്ള തമ്മിലുള്ള സംഭാഷണത്തിൽ കർത്താവ് വ്യക്തമാക്കുന്ന, കർത്താവും ഈ സ്ത്രീയും കൂടെ വ്യക്തമാക്കുന്ന ഈ വിഷയം സംബന്ധിച്ച് 5 കാര്യത്തിൽ 3 വിഷയങ്ങൾ വീതം നമ്മൾക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഇവരുടെ ശമര്യരുടെ വ്യാജ ആരാധനയാണ്. ഇവിടെ ഈ ആരാധന എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്താണെന്നറിയാമോ? ഈ വിവർത്തനം ചെയ്ത ആളുകള് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കാണ്. എന്താ? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. കണ്ടോ? ഈ ആരാധന എന്ന് വിവർത്തനം ചെയ്യേണ്ട മുഴുവൻ ഭാഗത്തും നമസ്കരിച്ചു, നമസ്കരിച്ചു, നമസ്കാരികൾ എന്നുള്ള വാക്കാ പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും 24 വരെ. കണ്ടോ? എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയേ. ഇത് മലയാളം വിവർത്തനത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ തകരാറ്. മത്തായി സുവിശേഷം മുതൽ തന്നെ, പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷം മുതൽ തന്നെ ഈ നമസ്കരിച്ചു, നമസ്കരിച്ചു. വെളിപാട് പുസ്തകത്തില് യോഹന്നാൻ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത ദൂതനെ നമസ്കരിച്ചു, നമസ്കരിക്കാൻ ശ്രമിച്ചു എന്ന മലയാളത്തിൽ. ഇംഗ്ലീഷിൽ നമസ്കരിക്കാൻ ശ്രമിച്ചു എന്നല്ല, ആരാധിക്കാൻ ശ്രമിച്ചു എന്ന്. ഇത് രണ്ടും ഒന്ന് തന്നെയാ. എന്താ ഈ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ആരാധിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. എന്നാൽ പുതിയ നിയമത്തിലെ ഉപദേശം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക് വർഷിപ്പ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആരാധന എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷ് ബൈബിളിലും മറ്റ് ട്രാൻസ്ലേഷനിൽ മിക്കവാറും എല്ലാറ്റിലും തന്നെ ഈ വാക്കാണ് ഉപയോഗിച്ചത്. ഇവിടെ ആദ്യം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നോക്കി. ഈ ആരാധനയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് നോക്കി. ആര് ആരാധിക്കണം? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. മതി മതി സഹോദരി, ഞാന് പറയാൻ വന്നത് ആര് ആരാധിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ആര് ആരാധിക്കണം? ഇവിടെ ഈ സ്ത്രീ പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നു. അവരുടെ ആരാധന സത്യാരാധന അല്ല. അവരുടെ ആരാധന തെറ്റായ ആരാധനയാണ്, മിഥ്യ ആരാധനയാണ്. ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തില് ഇവർക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത് പറയാനുള്ള നേരമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇവർക്ക് പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ ദൈവത്തെക്കുറിച്ച്. പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലുമുള്ള കാര്യങ്ങൾ ആർക്ക് കിട്ടിയിട്ടില്ല? വടക്കേ 10 രാജ്യങ്ങളിൽ യൊരോബെയാമിന്റെ നേതൃത്വത്തിൽ വേർതിരിഞ്ഞു പോയ വടക്കേ 10 രാജ്യങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല? ഈ പ്രവാചകന്മാരുടെയും സങ്കീർത്തന പുസ്തകങ്ങളിലെയും വിവരങ്ങൾ അഥവാ ആ തിരുവെഴുത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കുമുള്ള സത്യദൈവത്തെയും സത്യ ആരാധനയും, ഞാനിത് പറയുമ്പോൾ വേദപുസ്തകം നന്നേ പരിചയമുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നോക്കണം, സങ്കീർത്തന പുസ്തകങ്ങളിലാണ് ആരാധനയുടെ തെളിവാർന്ന
സത്യം വെളിപ്പെട്ട് കിടക്കുന്നത്. ഇനിയും പ്രവാചക പുസ്തകങ്ങളിലാണ് സത്യദൈവവും അസത്യ ദൈവവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കപ്പെടുന്നത്. ഈ 5 പുസ്തകങ്ങളിൽ ആവർത്തനം വരെയുള്ള, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളിൽ സൃഷ്ടിവൃത്താന്തവും ഇസ്രായേലിന്റെ വിടുതലും കനാൻ നാട്ടിൽ എത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഉള്ളൂ. അതേ ആർക്കറിയുള്ളൂ? അതേ ശമരിയർക്കറിയത്തുള്ളൂ. അതിനിപ്പുറത്തുള്ളതാണ് സങ്കീർത്തനങ്ങളുടെയും പ്രവാചകന്മാരുടെയും കാലഘട്ടം. ആ കാലഘട്ടത്തിലെ സത്യം ഇവർക്ക് ശരിക്കും വെളിപ്പെട്ടിട്ടില്ല. ഇവരെവിടെയാണ്? വടക്കേ രാജ്യത്ത് ഉള്ളവരാണ്. ഇനിയും രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം നമ്മൾക്ക് ദൈവം അനുവദിച്ചാൽ ഇത് ശരിയായിട്ടും പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അല്പം സമയമെടുത്ത് തന്നെ അത് പറയാനായിട്ട് ശ്രമിക്കാം. 17-ാം അധ്യായം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് ഈ വടക്കേ രാജ്യത്ത് പാർത്തിരുന്ന യഹൂദരല്ല, പിന്നെ അവരെ അറിയപ്പെട്ടിരുന്നത് ആരായിട്ടാ? ഇസ്രായേൽ ജനം. യഹൂദ ജനമല്ല, ഇസ്രായേൽ ജനം. അവരുടെ ഇടയിലേക്ക് നോക്കണം. ആ 24-ാം വാക്യം മാത്രം ഒന്ന് നോക്കി. അശ്ശൂർ രാജാവ് ബാബേൽ, കൂദ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കി ആ പട്ടണങ്ങളിൽ പാർത്തു. ഒരു സങ്കരവർഗം. നമ്മൾ നേരത്തെ ചിന്തിച്ചാണല്ലോ, ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് യഹൂദ ജനത്തിന് ലഭിച്ച സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലുമുള്ള ആരാധനാബന്ധിയായ, ആരാധനാ സംബന്ധമായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ലഭിച്ചില്ല. അവരെന്ത് ചെയ്തു? പെന്ററ്റുക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ആരാധനയെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ളത്. അതനുസരിച്ച് അവരെന്ത് ചെയ്തു? ഞാൻ ഇനി പറയേണ്ട കാര്യം, യഹൂദ പ്രമാണം, യഹൂദന്മാർ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, യഹൂദ ആരാധനാ പ്രമാണവും വിജാതീയ ചട്ടങ്ങളും കൂടെ ചേർത്ത്, കേൾക്കണേ, കേട്ടോ, യഹൂദ ആരാധനാ പ്രമാണങ്ങളും പിന്നെ വിജാതീയ ആരാധനാ ചട്ടങ്ങളും കൂടെ ചേർത്ത് ഒരു മിക്സ് ചെയ്ത ആരാധനാ ക്രമമാണ് ആർക്കുണ്ടായിരുന്നത്? ശമരിയക്കാർക്കുണ്ട്. അത് വെച്ചോണ്ടാ പറയുന്നത്, ഞങ്ങൾ ആരാധിക്കുന്നു ഈ മലവിട്, ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ആരാധന തെറ്റായിട്ടുള്ള ആരാധന. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ ദയവായിട്ടൊന്ന് ചിന്തിക്കണം. കേട്ടോ കേട്ടോ ആധുനിക കാലഘട്ടത്തിൽ സംഭവിച്ച അപകടം മനസ്സിലായോ? എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത ഒരു പരിപാടി. ഞങ്ങൾ ആരാധിക്കുന്ന ഭയങ്കര മസില് പിടിച്ചാ പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്നു. ഇനി നോക്കുക, എന്നാൽ പഴയ നിയമത്തിൽ പറയുന്ന ശരിയായുള്ള ആരാധന ഏതാണ്?
ശരിക്കുമുള്ള ആരാധന ഏതാണ്? ശമരിയുടെ ആരാധനയാണോ? അതാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കാൻ പോകുന്നത്. പഴയ സത്യ ആരാധന. അത് ദൈവവചനം വ്യക്തമാക്കുക. നമ്മൾ അതിനെ ഒന്ന് ഒടിച്ചു നോക്കിപ്പോവാം. ഈ മിക്സർ പരിപാടി ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമേ. സമയം അങ്ങനെ, ഇന്നത്തെ സമയം നിങ്ങൾ പ്രത്യേക കാര്യമായിട്ട് എടുക്കരുത്. ഈ ഒരാശയം വ്യക്തമാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. ഈ പഴയ സത്യാരാധന ഏതാണ്? ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് പഴയ മിഥ്യാരാധനയാണ്, വ്യാജാരാധന, ശമര്യരുടെ എല്ലാം കൂടെ ചേർത്ത് അതും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് യഹൂദന്മാരുടെ പ്രമാണവും പിന്നെ വിജാതീയ പ്രമാണം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു ആരാധന. എന്നാൽ ഏതാ ശരിക്കുമുള്ള ആരാധന? പഴയ നിയമത്തിലെ, പുതിയ നിയമത്തിലെ അല്ല, പഴയ ശരിയായ ആരാധന ഏതാണ്? ഒരു ഭാഗം നോക്കിയേ. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് ആ സ്ത്രീയോട് സംസാരിക്കുന്നത്. നോക്കണം, 7-ാം അധ്യായത്തിന്റെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആരാധിക്കേണ്ടത് ആരാ? ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ആ ശമരിയ സ്ത്രീയുടെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണം ഇതാ. ആരാധിക്കേണ്ടത് ആരാണ്? ആരാധിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ, ആര് ആരാധിക്കണമെന്ന ചോദ്യത്തിന് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? കണ്ടോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. സ്തോത്രം. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനം ആയിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ ദൈവം തിരഞ്ഞെടുത്ത, ഭൂതലത്തിലെ സകല ജാതികളിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം, വേർപെട്ട ദൈവത്തിന്റെ ജനം. ഇനി 7-ാം വാക്യം നോക്കിയേ. നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത്, പിന്നെ നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളിലും ഒരു വലിയ രാജ്യമായതുകൊണ്ടാണോ? അല്ല. ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഭൂപടത്തിൽ മാപ്പിൽ ഒരു പൊട്ടുപോലെ ഉള്ളൂ. നിങ്ങൾ ലോകത്തിലെ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. യഹോവ പ്രിയപ്പെട്ട് നിങ്ങളെ സകല ജാതികളെക്കാളും കുറഞ്ഞവരായ നിങ്ങളെ ദൈവം ഞാൻ തെരഞ്ഞെടുത്തു. എന്താ? യഹോവയായ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം ഞാൻ പാലിക്കുന്നു. സകല ജനങ്ങളിലും വെച്ച് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവം. ഞാൻ വേർതിരിച്ച ജനമാണ് നിങ്ങൾ എന്നെ ആരാധിക്കും. ആരാധിക്കേണ്ടത്? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, എല്ലാവർക്കും ആരാധിക്കാനുള്ള പ്രമാണമില്ല. എല്ലാവരുടെയും ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. ഇനിയും ഒരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. യെശയ്യായുടെ പുസ്തകം നോക്കിയേ,
4-ാം അധ്യായം, എശ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തില് യഹൂദ ജനം ബാബേൽ പ്രവാസം കഴിഞ്ഞ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിയുമ്പോൾ ഈ ശമര്യർ ഉൾപ്പെടെയുള്ള പൂർവവാസികൾ, നേരത്തെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ വന്ന് ഇവര് ദൈവാലയം പണിയുമ്പോൾ എശ്രായോടും കൂട്ടരോടും സെരുബാബേലിനോടും കൂട്ടരോടും ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായം എടുത്തേ, 4:1 മുതൽ 3 വരെ വായിച്ചു നിർത്താം. 4:1 മുതൽ. പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ എന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അശൂർ രാജാവായ എസർ ഹദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോയിരുന്നു എന്ന് പറഞ്ഞു. അതിന് സെരുബാബേലും യേശുവയും ശേഷം ഇസ്രയേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരേശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. മതി കണ്ടോ, ഇതേതാ സംഭവം എന്നറിയാമോ? നമ്മള് മുമ്പേ വായിച്ച ഭാഗമാണ്. അശൂർ രാജാവായ എസർ ഹദ്ദോന്റെ കാലത്ത് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇസ്രായേൽ ജനങ്ങളുമായിട്ടുണ്ടായ മിശ്ര സന്തതി. കേട്ടോ, ഇവര് വന്നേച്ച് പറയുകയാണ്, ദൈവാലയം പണിയുന്ന ഈ ദൈവദാസന്മാരുടെ അടുക്കൽ വന്നിട്ട് ഇവര് പറയുകയാണ്, എന്താ, സെരുബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ, എനിക്ക് ആ വാക്കുകളൊക്കെ വായിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞങ്ങള് നിങ്ങളുടെ ദൈവമായ, കണ്ടോ, ഞങ്ങളും നിങ്ങളും ശമര്യരായി ഇവരെ, ഞങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയേ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന കാലം മുതൽ, ഏസർ ഹദ്ദോന്റെ കാലം മുതൽ ഞങ്ങൾ ഇവിടെ യാഗം കഴിക്കുകയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുകയും യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നവരാ. അതുകൊണ്ട് നിങ്ങളെ ദൈവാലയം പണിയല്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒന്ന് പണിതോട്ടെ. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? എന്താ ആ ദൈവദാസന്മാര് പറഞ്ഞ മറുപടി കേട്ടോ? എന്താ 3-ാം വാക്യം, സെരുബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നോക്കിക്കേ, ആ വചനം നോക്കിക്കേ, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യം ഒന്നുമില്ല. സ്തോത്രം. കേട്ടോ, ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുക. വേർപെട്ട ദൈവജനം, ദൈവം വേർതിരിച്ച ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കണം. അവരോടും ഇവരോടും എല്ലാം കൂട്ടുകൂടി കാണുന്നവരുടെ എല്ലാം തോളത്ത് കൈയിട്ടിട്ട് അവരോടൊക്കെ ചേർന്ന് എന്തിനും ഏതിനും പോയി നമസ്കരിക്കുകയും അവരുമായി ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ആരാധന സ്വീകരിക്കാനല്ല സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്നത്. കേട്ടോ, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്നു. കർത്താവ് വ്യക്തമാക്കി നിങ്ങളുടെ ആരാധന തെറ്റാണ്. അത് നമ്മള് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ആരാണ് ആരാധിക്കേണ്ടത്? എല്ലാവർക്കും എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ് ഇച്ചിരി വൈകിപ്പോയെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ നിർത്തുകയാണ്. ക്ഷമിക്കണം.
എന്നാൽ ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അടുത്ത ആഴ്ചകളിൽ ഇതിന്റെ വിശദീകരിച്ച വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കാം കേട്ടോ. കേറി വരുന്നവർക്കെല്ലാവർക്കും ആരാധിക്കാനുള്ള അനുവാദവും അവകാശവും ഇല്ല. വേർപാടും ദൈവിക പ്രമാണവും പാലിക്കുന്ന ദൈവജനത്തിനാണ് ആരാധന. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം വെച്ച് ആത്മപരിശോധന ചെയ്ത് സത്യ ആരാധനക്കാരായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ നമ്മൾ വലിയ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.